ഇന്ത്യയെപ്പോലെയും പാകിസ്ഥാനെപ്പോലെയും ബംഗ്ലാദേശിനെപ്പോലെയുമുള്ള വികസ്വര രാജ്യങ്ങളുടെ നഗരങ്ങളിലൂടെ കടന്നുപോകുന്ന സഞ്ചാരികൾക്ക് ഈ രാജ്യങ്ങളുടെ തെരുവുകളുടെ വൃത്തിഹീനമായ സാഹചര്യങ്ങൾ എന്നും ഒരു പരിഹാസപാത്രമാണ്. എന്നാൽ വികസിത രാജ്യങ്ങളുടെ നഗരങ്ങളിൽ ഇതുപോലെയുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും നമുക്ക് കാണാൻ സാധിക്കുകയുമില്ല. രണ്ട് സ്ഥലങ്ങളിലും ജീവിക്കുന്നത് മനുഷ്യരാണ്. പക്ഷേ ഒരിടത്ത് മാലിന്യങ്ങളുടെ കൂമ്പാരവും വെള്ളക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശങ്ങളുമാണെങ്കിൽ മറ്റൊരിടത്ത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള തെരുവുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏതൊരു സഞ്ചാരിയെയും കണ്ണഞ്ചിപ്പിക്കുന്ന രൂപത്തിലുള്ള തിളക്കമാർന്ന നഗരങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ദുബായ് പോലെയുള്ള നഗരങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു അംഗീകാരം ആർജിച്ചെടുക്കാൻ സാധിച്ചത് അവർ നടപ്പാക്കിയിട്ടുള്ള അവരുടെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിലൂടെയാണ്. പ്രധാനമായിട്ടും അവർ നടപ്പാക്കിയിട്ടുള്ള വാട്ടർ ഡ്രെയിനേജ് സിസ്റ്റത്തിലുള്ള എഞ്ചിനീയറിംഗ് വിസ്മയമാണ്. കോടിക്കണക്കായ ലിറ്റർ വെള്ളമാണ് ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളുടെ ഭൂമിക്ക് മുകളിൽ ഓരോ വർഷവും പെയ്തു വീഴുന്നത്. പക്ഷേ ആ വെള്ളത്തെ കൃത്യമായി മാനേജ് ചെയ്യാൻ നമ്മുടെ ഒരു നഗരത്തിന് പോലും സാധ്യമാവാറില്ല. എന്നാൽ ദുബായ് പോലെയുള്ള നഗരങ്ങളിൽ വേസ്റ്റായി പോകുന്ന ഓരോ തുള്ളി വെള്ളത്തെയും അവർ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് അവരുടെ ഡ്രൈനേജ് സിസ്റ്റത്തെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആ ഡ്രൈനേജ് സിസ്റ്റത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ അവർ നടപ്പാക്കിയിരിക്കുന്നത് അവരുടെ സർഫസ് വാട്ടർ കളക്ഷൻ എന്ന് പറയുന്ന സംവിധാനമാണ്. എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മുകളിലുണ്ടാകുന്ന ഈ കാണുന്ന പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഉത്ഭവിച്ചു വരുന്ന, അതായത് ബിൽഡിങ്ങുകളിൽ നിന്നുണ്ടാവാം, മഴ പെയ്യുന്നത് വഴി വരുന്നുണ്ടാവാം, അങ്ങനെ എല്ലാ ജലത്തെയും അവർ അവരുടെ സർഫസ് വാട്ടർ കളക്ഷൻ എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ച് ഭൂമിക്ക് തൊട്ടു താഴെ ഉണ്ടാക്കിയിരിക്കുന്ന ടണലുകളിലേക്ക് ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അവർ ചെയ്യുന്ന പ്രവർത്തനം ഉണ്ടായി വരുന്ന മുഴുവൻ വെള്ളത്തെയും ഭൂമിക്ക് താഴെയുള്ള ചെറിയ സർഫസ് വാട്ടർ ഇൻലെറ്റുകളിലേക്ക് അവർ ശേഖരിച്ചു വെക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് അവർ ചെയ്യുന്ന പ്രവർത്തനം. ഇങ്ങനെയുണ്ടാകുന്ന ശേഖരിച്ചു വരുന്ന മുഴുവൻ വെള്ളത്തെയും ഡീപ്പ് ജെയിന്റ് ടണൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം ടണലിലേക്ക് അവർ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഡീപ്പ് ജെയിന്റ് ടണലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 60 മീറ്റർ താഴെയാണ്. അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന ഈ വെള്ളത്തെ ആദ്യം ചെറിയ ഇൻലെറ്റുകളിൽ ശേഖരിച്ചതിന് ശേഷം അവയെ 60 മീറ്റർ താഴ്ചയിലേക്ക് അവർ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 60 മീറ്റർ താഴ്ചയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനെ പ്രത്യേകമായ ഒരു ചെരിവോട് കൂടെയാണ് അവർ സംവിധാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഗുണം എന്ന് പറയുന്നത് ഭൂഗുരുത്വാകർഷണത്തിന്റെ സഹായത്തോടു കൂടെ തന്നെ ഈ വെള്ളത്തിന് ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് സാധിക്കും എന്നുള്ളതാണ്. ടണലുകൾ വഴി ഒരു സെക്കൻഡിൽ തന്നെ ആയിരക്കണക്കിന് ലിറ്റർ വെള്ളത്തെ അവർക്ക് ശേഖരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ ഭൂഗുരുത്വാകർഷണത്തിന്റെ സഹായമുള്ളത് കൊണ്ട് ഒരു തരത്തിലുള്ള ഇലക്ട്രിക് എനർജിയും അവിടെ ഉപയോഗിക്കേണ്ട ആവശ്യവും വരുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പിന്നീട് ഈ സംവിധാനത്തെ അത്യാധുനിക രൂപത്തിലുള്ള പമ്പിംഗ് സിസ്റ്റവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. അതായത് ഈ ടണലുകളിൽ നിന്ന് ലഭ്യമാകുന്ന ആയിരക്കണക്കിന് ലിറ്റർ വെള്ളത്തെ ഈ പമ്പിംഗ് സംവിധാനം ഉപയോഗിച്ച് വ്യത്യസ്തങ്ങളായ മാർഗങ്ങളിലേക്ക് അവർ ഉപയോഗപ്പെടുത്തുകയാണ് അടുത്തതായിട്ട് ഇവർ ചെയ്യുന്നത്. ഉപയോഗത്തിന് വേണ്ടി അവർ 4 മാർഗങ്ങളാണ് പ്രധാനമായിട്ടും സംവിധാനിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആക്വിഫയർ സ്റ്റോറേജ് എന്ന് പറയുന്ന സംവിധാനമാണ്. അതായത് ഭൂമിക്കടിയിലേക്ക് തന്നെ അതിനെ ശേഖരിച്ചു വെക്കാനുള്ള സംവിധാനം. ഈ വെള്ളത്തെ ഭൂഗർഭ ജല സ്രോതസ്സുകളിലേക്ക് അയച്ച് അവിടെ ഭൂഗർഭ ജലത്തിന്റെ നിരപ്പ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഭൂമിക്കടിയിലുള്ള വെള്ളത്തിന്റെ അളവ് കൂടുമ്പോൾ ഈ ആവശ്യ സമയത്ത് അവിടെ നിന്ന് വെള്ളം എടുക്കാനുള്ള ഒരു സംവിധാനം അവർക്ക് ലഭ്യമാകും എന്നുള്ളതാണ് അവരുടെ ഒന്നാമത്തെ ഉപയോഗ പദ്ധതി എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് അവർ നടപ്പാക്കുന്ന പദ്ധതി എന്നത് ഈ ഭൂമിയിൽ നിന്ന് ലഭ്യമാകുന്ന വെള്ളം ഉപയോഗിച്ച് ഭൂമിയുടെ ഉപരിതലത്തിൽ പലതരത്തിലുള്ള കൃഷികൾ നടത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഈ കൃഷി നടത്തി അതിലൂടെ ഈ വെള്ളത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് അവർ നടപ്പാക്കുന്ന പദ്ധതി ഈ പമ്പിംഗ് സംവിധാനം വഴി ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വെള്ളത്തെ പമ്പ് ചെയ്യുകയും അവിടെ നിന്ന് ഡീസലൈസേഷൻ പ്ലാന്റ് എന്ന് പറയുന്ന പ്രത്യേകതരം പ്ലാന്റുകൾ ഉപയോഗിച്ച് അവിടെ നിന്നും ഈ വെള്ളത്തെ ശുദ്ധീകരിച്ച് അവരുടെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ഇത് മികച്ച എഞ്ചിനീയറിംഗ് വിസ്മയം ഉപയോഗിച്ചുകൊണ്ട് ഒരു രാജ്യത്ത് വരുന്ന മുഴുവൻ വെള്ളത്തെയും എത്ര കൃത്യമായിട്ടാണ് ഈ രാജ്യങ്ങൾ ഉപയോഗപ്പെടുത്തിയതെന്ന് നമുക്ക് കാണാം. ഒരു തരത്തിലുള്ള മാലിന്യങ്ങളില്ലാതെ സർവ്വ മാലിന്യങ്ങളും കൃത്യമായി ശേഖരിച്ച് അതിലൂടെ ഉണ്ടാകുന്ന വെള്ളത്തെ മുഴുവൻ കൃത്യമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തി എഞ്ചിനീയറിംഗ് വിസ്മയം സൃഷ്ടിക്കുന്ന നഗരങ്ങളും നമുക്ക് ഈ ലോകത്ത് കാണാൻ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ് ഈ ഭാഗങ്ങൾ നമുക്ക് നൽകുന്ന പാഠം.